ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായി ഗംഗാവലി പുഴയിൽ ഡ്രെഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ അല്പസമയത്തിനകം തുടങ്ങും. 10 മണിയോടെയാണ് ഡ്രെഡ്ജർ ഇവിടെ എത്തിച്ചത്. ലോറിയുടെ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ടഗ് ബോട്ട് ഉറപ്പിക്കുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അധികൃതരുടെ നിർദ്ദേശം കിട്ടിയാലുടൻ ഡ്രെഡ്ജിംഗ് തുടങ്ങുമെന്നാണ് കമ്പനി MD പറഞ്ഞത്. സ്ഥലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ബൈജുവിന്റെ റിപ്പോർട്ട്. അതിനു മുൻപ് ചില പ്രതികരണങ്ങൾ നോക്കാം. अभी सर 1 घंटा अभी काम लगेगा, उसके बाद 1 घंटे के बाद हम लोग उधर शिफ्टिंग करेगा. उसके बाद जो है DC ऑर्डर दे देगा, वो लोग का पूरा मैनेजमेंट जो बोलेगा हम लोग उसका हिसाब से हम लोग उधर काम चालू करेगा. 1 2 3 4 है तो उसमें से वो लोग बोलेगा कि कौन सा पॉइंट में एक हम लोग को GPS पॉइंट दिया हुआ है, तो उसमें से कौन सा सिलेक्टेड है वो लोग पहला ये करेगा. एक स्टेप बाय स्टेप करते जाएगा सर. ഇതുവരെ ഡ്രഡ്ജർ കമ്പനി എന്ത് പറഞ്ഞു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അവർ ആദ്യം പറഞ്ഞത് വേലി കയറ്റ സമയത്ത് തിരിച്ച് ഈ ഗംഗാവലി ഈ സ്പോട്ടിലേക്ക് എത്തിക്കുന്ന, ഇനിയിപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാണ്ടിരിക്കുകയാണ്. ഉച്ചയോട് തന്നെ എത്തി ഡ്രഡ്ജിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഒരു വിശ്വാസം. പിന്നെ അതിനുപരി ഈ ഡ്രഡ്ജർ മെഷീൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് മെയിനായിട്ട് ശ്രീ കോഴിക്കോട് MP രാഘവേട്ടൻ, അതുപോലെ മഞ്ചേശ്വരം MLA ശ്രീ AK അഷ്റഫ്, അതുപോലെ തന്നെ KC വേണുഗോപാൽ സാറ്, കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ല അനുകൂല നിലപാടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ജനപ്രതിനിധികളും എല്ലാവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ കാര്യത്തിന്. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു റിസൾട്ട് ഈ വരും ദിവസങ്ങളിൽ 1-2 ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. ഈ ക്യാബിനകത്ത് അർജുനുണ്ടാവും എന്നത് തന്നെയാണ് ഇപ്പോഴും ദൗത്യസംഘം, അത് തന്നെയാണ് അവരെ ഒരു നിഗമനം. അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ആയിരിക്കാഞ്ഞാലും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിരച്ചിലിന് സാധ്യത ഉണ്ടായിരിക്കുന്നത്. അർജുൻ ക്യാബിനിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ആ ഒരു വിശ്വാസമാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടമായാലും ഞങ്ങളുടെ കുടുംബമായാലും എല്ലാവരായാലും അത് തന്നെയാണ് ഇതിൽ ഡ്രഡ്ജിങ് ഇവിടെ എത്താനുള്ള മെഷീൻ ഇവിടെ എത്താനുള്ള കാരണം. അത് തന്നെ മെയിനായിട്ടുള്ള കാരണം അത് തന്നെയാണ്. അതുകൂടാതെ തന്നെ മറ്റ് 2 പേരും, ജഗന്നാഥൻ, ലോകേഷ് എന്ന് പറഞ്ഞ 2 പേരും കൂടി ഇവിടെ ഉണ്ട്. അവരെയും കണ്ടെത്തുക എന്നുള്ളത് അർജുനെ പോലെ തന്നെ അതേം പ്രയോറിറ്റി ഉള്ള കാര്യം തന്നെയാണ്. ഇപ്പം ഞങ്ങൾ ഒരു 60 ദിവസമായി ഇപ്പം ഇവിടെ അർജുൻ്റെ ഇത് അവശേഷം കിട്ടത്. ഇപ്പം അർജുൻ പിന്നെ ജഗന്നാഥ് പിന്നെ ലോകേഷ് 3 ആളുടെ ഡെഡ് ബോഡി ഇവിടെ ഉണ്ട്. ഡെഡ് ബോഡി പറഞ്ഞ് ഇപ്പം സിലിട്ടനായിട്ട് ഇരിക്കും. ആ സിലിട്ടനാണ്ട വീട്ടുക്ക് ഒരു അതിമുഖ്യമായിരുന്നു. ആ മുഖ്യന്ന് അവർ വീട്ടുകാർ എല്ലാവരും കാത്തിരിക്കറ് ഒരു സിലിട്ടനാണ് കിട്ടിയിട്ട് അവരൊരു തുണിയാഴെ കിട്ടിയിട്ടെന്ന് ഒരു കാര്യം പണ്ണാണ്. ഇപ്പം ഞങ്ങൾ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രഡ്ജർ പറഞ്ഞു കാണണമെന്ന്. ആ ഡ്രഡ്ജർ എങ്ങനെ വെൽ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ് ഇവിടെ വെള്ളം നല്ല ഒരു 100% തെളിയായിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുണ്ട് കാണാൻ. ഒരു സ്കൂബ ഡൈവിങ്ങും എല്ലാം നല്ലതായിട്ട് അടിയിലുള്ള സെലക്ടനുണ്ട്, കാണാൻ നല്ല ഉണ്ട്. ആ മാതിരി വെള്ളമുണ്ട് ഈ സ്ഥലത്തിലുണ്ട്. ഞങ്ങളിപ്പോൾ വന്ന് പിന്നെ നമുക്കിപ്പോൾ അനുമതി കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം വെള്ളം ക്ലിയർ ആയിട്ട് സമയത്തിൽ ഡ്രഡ്ജർ അവസാനം എവിടെ ഞങ്ങൾ സ്ഥലം കാണിച്ച് അവിടെ പോകുന്നുണ്ട മുതലേ പറ കീഴെ പോയിട്ട് അവിടെ തിരക്കിൽ എന്ന് പറഞ്ഞ് നേരത്തെ പോയിട്ട് അവസാനം കൊണ്ട് അവിടെ സെലിട്ടനാവട്ട് പിന്നെ ബണ്ടിൻ്റെ എന്തെങ്കിലും ഭാഗമാണ് കിട്ടണം. ഇപ്പോൾ ക്ലിയർ ആയിട്ട് മെനഞ്ഞെല്ലാം ഒരുപാട് കളക്കിരുന്നു. ഇപ്പോൾ ഒരുപാട് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ മാതിരി ഇരിക്കും വെള്ളം. ഇപ്പോൾ നമുക്കൊരു ചാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കീഴെ പോയിട്ട് നോക്കിയിട്ട് പിന്നെ ഡ്രഡ്ജർ ഇടാൻ. ഡ്രഡ്ജർ ഒരുപാട് ഇട്ട പറഞ്ഞ് അവിടെ ഒരുപാട് കളക്ക് പറഞ്ഞ് പിന്നെ സെലിട്ടൻ അതിന് ഉള്ളിൽ പോയി പൊടിയെ പിന്നെ കാണുന്നില്ല. ഓരോ ബുദ്ധിമുട്ടുണ്ട്. അതിന് നമ്മളെ ആൾക്കാർ അവിടെ നിൽക്കും. ഇപ്പോൾ നമ്മളെ നാട്ടുകാരാവട്ടെ ഇവിടെയുള്ള നാട്ടുകാരന് ആ ഡ്രഡ്ജർ ആക്കുന്ന സമയത്ത് നമ്മളെ ആൾക്കാർ അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ മണ്ണെടുത്ത് ആ ചടിയിലിടാൻ സമയത്തിൽ അതിലെ കൂട്ടി പോയാൽ പിന്നെ അറിയത്തില്ല. അതിന് നമ്മളെ അവിടെ കണ്ടിപ്പായ ഒരു സെലിട്ടൻ ആവട്ടോ അല്ല ബണ്ടി കാണാൻ നല്ലതാവും. അർജുനായുള്ള അതുപോലെ തന്നെ കന്നഡികരായ 2 പേർക്കായുള്ള തെരച്ചിലിനായുള്ള ഡ്രഡ്ജർ ബോട്ടാണ് ഇപ്പോൾ ഈ ഗംഗാവലി പുഴയിൽ എത്തിയിരിക്കുന്നത്. കടലും അഴിമുഖവും പുഴയും താണ്ടി ഇപ്പോൾ ആ ദുരന്തമുഖത്ത് ഈ ഡ്രഡ്ജർ എത്തിയിരിക്കുന്നു. ഇനി ഇത് ഉറപ്പിക്കുന്ന ജോലികളാണ് ഇവിടെ ഉണ്ടാകുക. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ തെരച്ചിലുമായി മുന്നോട്ട് പോകും. ഏറ്റവും പ്രധാനം ആ റഡാർ സിഗ്നലിൽ അതുപോലെ തന്നെ നേവിയുടെ സോണാർ പരിശോധനയിൽ ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തിയ ആ സ്ഥലത്താണ് ഇപ്പോൾ ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെയുള്ള ചെളിയും മണ്ണും നീക്കം ചെയ്ത് ആ ലോറി പുറത്തേക്ക് എടുക്കുക എന്നതാണ് ഈ ഡ്രഡ്ജറിന്റെ
ദൗത്യം. അതിനായി ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ മണ്ണുകളും അതുപോലെ തന്നെ ചെളിയും നീക്കം ചെയ്തതിനു ശേഷം ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നത് ഏതായാലും കണ്ടെത്തും. ആ ഡ്രഡ്ജറാണ് ഇപ്പോൾ ഇത് ഗോവയിൽ നിന്നും പുറപ്പെട്ട് ആ കാർവാറിലെത്തി അതിനുശേഷം വേലി ഇറക്ക സമയത്ത് കൃത്യമായി ആദ്യ പാലം കടന്ന് പിന്നീട് വേലി ഏറ്റ സമയത്തിനായി കാത്തിരുന്ന് വെള്ളം കുറവായതിനാൽ തന്നെ വളരെ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ ദുരന്തമുഖത്ത് ആ ഡ്രഡ്ജർ എത്തിയിരിക്കുന്നു. വിശ്വാസത്തിന്റെ ഭാഗമായുള്ള പൂജകളൊക്കെ നിർവഹിച്ചതിന് ശേഷമാണ് ഡ്രഡ്ജർ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ദൗത്യത്തിൽ ഇതൊരു രക്ഷാദൗത്യമല്ല, അതിനും അപ്പുറം അർജുനും ഉൾപ്പെടെ 3 പേർക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനുള്ള ഒരു ദൗത്യമാണ്. അതിനായി നേവിക്ക് പുറമെ NDF-ഉം SDRF-ഉം പോലീസും ഒക്കെ ആ സംയുക്തമായ അവസാനഘട്ട തിരച്ചിലാണ് ഇപ്പോൾ ഗംഗാബലി പുഴ സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും ആ ഡ്രഡ്ജർ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇത് അത്രത്തോളം ഗോവയിൽ നിന്നും 1 കോടിയോളം രൂപ വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവന്ന ഡ്രഡ്ജറാണ്. ഇതിപ്പോൾ ആ ദുരന്തമുഖത്ത് സ്ഥാപിക്കുന്ന ജോലികളാണ് നടക്കുന്നത്. ഇത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇപ്പോൾ കാണുന്ന യന്ത്രക്കൈ ഉപയോഗിച്ച് ആ മണ്ണുകൾ, ആ ലോറിക്ക് മുകളിലുള്ള മണ്ണുകൾ അതെല്ലാം നീക്കം ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ലോറിക്കരികിലേക്ക് എത്തുക. അതിനുശേഷം ക്യാബിനകത്ത് അർജുനുണ്ടോ എന്നത് ഏറ്റവും പ്രധാനമായ ആ ചോദ്യം. ഇനി നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് ഈ ഗംഗാവലി പുഴ ഈ സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും വലിയ പ്രാർത്ഥനകൾ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം വിഫലമായിരിക്കുന്നു. കാണാമറയത്തായിട്ട്, അതുപോലെ അർജുൻ ഉൾപ്പെടെ 3 പേർ കാണാമറയത്തായിട്ട് 2 മാസം പിന്നിട്ടിരിക്കുന്നു. അപ്പോഴാണ് ആ അവസാന ഘട്ട വളരെ നിർണായകമായ ആ ഒരു തെരച്ചിൽ. ഏതായാലും ഈശ്വർ മൽപ്പ ഉൾപ്പെടെ ഉള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മുങ്ങൽ വിദഗ്ധരുടെ സേവനം ഉണ്ടാകും. ആദ്യഘട്ടം എന്ന നിലയിൽ ചെളിയും മണ്ണും നീക്കം ചെയ്യുക, അതിനുശേഷം ഈ ലോറി കൃത്യമായി ലോറി കണ്ടെത്തുക, ക്യാബിൻ പരിശോധിക്കുക, ക്യാബിനകത്ത് അർജുനുണ്ടോ എന്ന് പ്രധാനമായും കണ്ടെത്തുക. അതല്ലെങ്കിൽ ലോറി പുറത്തേക്കെടുത്ത് ഇത്തരത്തിൽ ലോറി കൃത്യമായി പരിശോധിച്ച് ആ ഭാഗങ്ങളിലൊക്കെ പരിസര പ്രദേശങ്ങളിലൊക്കെ പരിശോധന നടത്തും. 10 ദിവസത്തെ തെരച്ചിലാണെങ്കിലും 3 ദിവസത്തിനകം തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഈ കമ്പനി അധികൃതരിൽ നിന്നും നൽകുന്ന ഒരു വിവരം. എന്തായാലും ഈ തെരച്ചിൽ അതിന്റെ വളരെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. KV ബൈജുവാണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം തന്നെ